ഓക്കെ, സോ കൺസിസ്റ്റൻസി ലിമിറ്റിലെ നെക്സ്റ്റ് വൺ ഷ്രിങ്കേജ് ലിമിറ്റാണ്. ഇത് കുറച്ച് ഡീറ്റെയിൽഡാണ്. ഞാൻ നിങ്ങളോട് പഠിക്കണമെന്ന് ഫോഴ്സ് ചെയ്യില്ല. ലൈക്ക് നിങ്ങളുടെ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. നിങ്ങളതിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. സോ ലോജിക് വൈസ് ഞാൻ പറയാം, നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷൻസും ഫോളോ ഇത് നോക്കണ്ട. ഫൈനൽ ഇക്വേഷൻ ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. സോ ഷ്രിങ്കേജ് ലിമിറ്റ് ഇസ് ദി ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഇസ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഇറ്റ്സ് എ ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ്. അതിനുശേഷം സോയിൽ സാച്ചുറേറ്റഡ് ഇറ്റ് വിൽ ബി ഡ്രൈ സ്റ്റേറ്റ്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് സാച്ചുറേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കില്ല, പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിരിക്കും. അങ്ങനെ പല സ്റ്റേജിലേക്കും ഡ്രൈ സ്റ്റേജ് അതെല്ലാം വരാം ഇതിനകത്ത്. സോ ഇറ്റ് ഇസ് എ ലോവസ്റ്റ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. സോ അതിനുശേഷം അതിനു മുമ്പ് വരെ നിങ്ങളുടെ സോയിൽ സാച്ചുറേറ്റഡ് അല്ല. ആ ലിക്വിഡ് ലിമിറ്റ് ആ വാട്ടർ കണ്ടൻറ്റ് എത്തിക്കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്. അതിനുശേഷം പിന്നെ നിങ്ങൾ എക്സസ് വാട്ടറിന് ആഡ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സെമി സോളിഡ് സ്റ്റേജിനാവട്ടെ, പ്ലാസ്റ്റിക് സ്റ്റേജിനാവട്ടെ, ദെൻ യുവർ ലിക്വിഡ് സ്റ്റേജിനൊക്കെ നിങ്ങൾ എക്സസ് വാട്ടർ ആഡ് ചെയ്യുന്നു. സോ ഒരു സോയിൽ സാച്ചുറേറ്റ് ആവുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വോയിഡ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക എന്ന് ഉദ്ദേശിക്കുന്നു. സോ ആ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് യുവർ സോയിൽ ഈസ് സാച്ചുറേറ്റഡ് എന്നുള്ള കണ്ടീഷനാണത് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ കണ്ടൻറ്റിന് ബിലോ പോയി എന്തോരം പോയാലും നിങ്ങൾ വാട്ടർ എന്തോരം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഷ്രിങ്കേജ് ലിമിറ്റ് വൺസ് റീച്ച് ആയി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സാമ്പിളിനെ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വോളിയം റിഡക്ഷൻ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ആ ഗ്രാഫ് നിങ്ങളുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതായത് നിങ്ങൾ ഒരു ഒരു ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ സെമി ഡ്രൈ ആയിട്ടുള്ളൊരു സോയിൽ എടുക്കുക എന്നില്ല. സോ ഫുള്ളി സാച്ചുറേറ്റഡ് ഉള്ളൊരു സോയിൽ സ്പെസിമെൻ എടുക്കുക. അതിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്തു. അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്നത് വരെ അതിൻ്റെ വോളിയത്തിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. സോ അത് ഫസ്റ്റ് ഫുള്ളി സാച്ചുറേറ്റഡ് ആകുന്നത് എപ്പോഴാണ്? അതിന് ഷ്രിങ്കേജ് ലിമിറ്റ് എത്തുമ്പോഴാണ്. ഓക്കെ, ദെൻ വൺസ് ഷ്രിങ്കേജ് ലിമിറ്റ് എത്തിയതിന് ശേഷം അതിന് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. സോ അതാണ് ഈ ഗ്രാഫിൻ്റെ ആ ഒരു റെലവൻസ് പറയുന്നത്. സോ നിങ്ങൾ ഈ 0 to WS വരെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വോളിയം ഈസ് നോട്ട് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. ആഫ്റ്റർ WS, അതായത് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ് നിങ്ങളുടെ വാട്ടർ കണ്ടൻറ്റ് മീൻസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ടു യുവർ വാട്ടർ കണ്ടൻറ്റ്. സോ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ സോയിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് സോയിലിനകത്ത്. ഓക്കെ, സോ അതാണ് ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെ അതിൻ്റെ ഇക്വേഷൻ കിട്ടണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ 3 ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് ഫിഗർ പറയുന്നത് നിങ്ങളുടെ വാട്ടർ കണ്ടൻറ്റ്, ഈ സോയിൽ സാമ്പിളിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ WS, നിങ്ങളുടെ ഷ്രിങ്കേജ് ലിമിറ്റിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ സ്റ്റേജിന് പ്രത്യേകത എന്തായിരിക്കും? നിങ്ങൾ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിരിക്കും. സോ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സോയിലിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് 2 സ്റ്റേജാണ്. നിങ്ങൾക്ക് എയർ അവിടെ ഉണ്ടാവില്ല, വാട്ടറും സോളിഡ്സും മാത്രമേ ഉള്ളൂ. സോ അത് വെച്ചിട്ടുള്ള 2 ഫേസ് ഡയഗ്രാം ഇവിടെ വരച്ചേക്കുന്നത്. ദെൻ സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഗ്രാഫല്ല ഫിഗർ കേട്ടോ. സോ സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ്, നിങ്ങളുടെ ഈ ഫിഗർ വരച്ചേക്കുന്നത് ബേസ്ഡ് ഓൺ ഈ ഇവിടുത്തെ സോയിൽ സാമ്പിളിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷ്രിങ്കേജ് ലിമിറ്റ് എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഡയഗ്രാം വരച്ചേക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് വാട്ടർ, നിങ്ങളുടെ സാച്ചുറേഷന് വേണ്ട വാട്ടർ ഉണ്ടാവും. ദെൻ ഇറ്റ് വിൽ ബി ഹാവിങ് യുവർ സോളിഡ്സ്. ഓക്കെ, സോ വോളിയം എന്ന് പറയുന്നത് V2, ഫസ്റ്റിൻ്റെ കേസിൽ വോളിയം V1 ആണ്. ദെൻ തേർഡ് സ്റ്റേജ് നിങ്ങൾ വരച്ചേക്കുന്നത് കണ്ടീഷൻ എടുത്തേക്കുന്നത് ഡ്രൈ സ്റ്റേറ്റ് ആണ്. സോ ഡ്രൈ സ്റ്റേറ്റിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. സോ വാട്ടറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ലെന്നെങ്കിൽ റിമൈനിങ് എന്തായിരിക്കും? എയർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ വോളിയം എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് വാട്ടർ കണ്ടൻറ്റ് ആയിട്ടുണ്ടായിരുന്നപ്പോഴും വാട്ടർ കണ്ടൻറ്റ് 0 ആയിട്ടുണ്ടായിരുന്നപ്പോഴും വോളിയം സെയിം ആണ്. സോ അതാണ് നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കേണ്ടത്. സോയിലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനകത്ത് സോളിഡ്സിൻ്റെ നടുക്കുള്ള ഗ്യാപ്പുകളിലാണ് വാട്ടർ ഫില്ലായിരിക്കുന്നത്. സോ ആ ഗ്യാപ്പിൽ കുറച്ച് വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ വോളിയത്തിന് എക്സ്പാൻഷനോ ചേഞ്ചസോ ഒന്നും സംഭവിക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റേജിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സോളിഡ്സിൻ്റെ ഉള്ളിലെ ഗ്യാപ്പിലാണ് വാട്ടർ കണ്ടൻറ്റ് ഇരിക്കുന്നത്. ദെൻ കംപ്ലീറ്റ്ലി ഡ്രൈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ വാട്ടർ കണ്ടൻറ്റ് അവിടെ പോയി അതിന് പകരം എന്തായിരിക്കും? എയർ ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങളുടെ സോളിഡ്സിൻ്റെ വോളിയം സെയിം തന്നെയായിരിക്കും. വാട്ടർ ഇരുന്നിടത്ത് എന്തായിരിക്കും? എയർ ആയിരിക്കും. പിന്നെ എയറിന് വെയിറ്റ് ഇല്ല, അതൊക്കെ ഓർത്തിരിക്കുക. സോ അതാണ് ഈ 3 ഡയഗ്രാം. ഈ ഡയഗ്രാംസ് വെച്ചിട്ട്
നിങ്ങൾക്ക് എങ്ങനെ ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഷ്രിങ്കേജ് ലിമിറ്റ് WS, സോ വാട്ടർ കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് W എന്ന നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. WS ഇസ് ഈക്വൽ ടു W വാട്ടർ കണ്ടൻറ്റ് അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ WD. ഓക്കെ, സോ നിങ്ങൾ എന്താണ് എല്ലാ വാട്ടർ കണ്ടൻറ്റും കണ്ടുപിടിക്കുന്ന പോലെ WW/WD കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഇനി നിങ്ങൾക്ക് വാട്ടർ കണ്ടൻറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു കുറച്ച് വളഞ്ഞ വഴിയാണിത്. സോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ടൈമിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഓവൻ ഡ്രൈ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ സ്റ്റേജ് എത്രയാണെന്നുള്ളത്. സോ അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇതായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ ഓരോന്നിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് പോവാണ്. സോ ഈ സമയത്തുള്ള ഈ സ്റ്റേജിലുള്ള വെയിറ്റ് ഓഫ് എന്താണ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? W1 ആണ്. സപ്പോസ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് വരുക. സോ W1 മൈനസ് നിങ്ങളുടെ WD. ഓക്കെ, വെയിറ്റ് ഓഫ് ഡ്രൈ സോളിഡ്സ്, ഈ തേർഡ് സ്റ്റേജിൽ ഡ്രൈ സോളിഡ്സിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടും, W1 എന്നുള്ളത് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഞാൻ ഓർഡർ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച്, V1 നിന്ന് V2ലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഉള്ള വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണല്ലോ. സോ ഇനീഷ്യലി V1 വോളിയം ഉണ്ടായിരുന്നു, ഈ ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും വോളിയം V2 ആയി. സോ ചേഞ്ച് ഇൻ വോളിയം വിൽ ബി V1 മൈനസ് V2 ആൻഡ് ഈ ചേഞ്ച് ഇൻ വോളിയം ഈസ് ബീയിങ് ഇമ്പാർട്ടഡ് ബൈ വാട്ട്? എന്താണ്? റിഡക്ഷൻ വാട്ടറാണ്. ഓക്കെ, സോ റിഡക്ഷൻ വാട്ടർ കാരണമാണ് ആ ചേഞ്ച് ഇൻ വോളിയം സംഭവിക്കുന്നത്. സോ ദാറ്റ് റിഡക്ഷൻ ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് V1 മൈനസ് V2 ഇൻറ്റു ഗാമ W എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ വോളിയം ഇൻറ്റു density will gives you what again? Weight of water lost. Okay, so then നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ഫിഗർ B can be determined by W1 മൈനസ് WD മൈനസ് ഈ ചേഞ്ച് ഇൻ റിഡക്ഷൻ. ഓക്കെ, സോ അത് റീഅറേഞ്ച് ചെയ്ത് ദെൻ വെയിറ്റ് ഓഫ് വാട്ടർ ഷ്രിങ്കേജ് ലിമിറ്റ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. സോ WS ഇസ് ഈക്വൽ ടു W1 മൈനസ് WD മൈനസ് V1 മൈനസ് VD ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ WD. ഓക്കെ, സോ ഒന്നുമില്ല, ഈ സ്റ്റേജിൻ്റെ സമയത്തുള്ള ഈ വാട്ടറിൻ്റെ വെയിറ്റ് എത്രയെന്ന് അറിയണം. സോ നിങ്ങൾ ഇനീഷ്യലി കണ്ടൻറ്റിൻ്റെ വോളിയം നിങ്ങൾക്ക് അറിയാം. സോ വോളിയം ചേഞ്ച് ഉണ്ടാകുന്നത് വാട്ടർ കണ്ടൻറ്റിൻ്റെ വേരിയേഷൻ കാരണമാണ്. സോ ആദ്യം നമ്മൾ ഇതിൻ്റെ വാട്ടർ ഇതിനകത്ത് എന്തോരം വാട്ടർ ഉണ്ടെന്നുള്ളതിന് അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കും. സോ നിങ്ങൾക്ക് ഡ്രൈ സോളിഡ്സിൻ്റെ വെയിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടി. ഇനി ഇത്രയും വാട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഈ വോളിയം ചേഞ്ച്, അതായത് ഇത്ര റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ റിഡക്ഷൻ നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെയുള്ള ഷ്രിങ്കേജ് ലിമിറ്റിലുള്ള വാട്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ എമൗണ്ട് വെയിറ്റ് ഓഫ് വാട്ടർ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ഈ വാട്ടർ കണ്ടൻറ്റ് ആണ് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് നിങ്ങൾക്ക് ഡ്രൈ സോളിഡ്സിന് ഡിഡക്ട് ചെയ്തിട്ട് കിട്ടും. WD ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ W1 കിട്ടും. W1ൽ നിന്ന് നിങ്ങൾക്ക് വെയിറ്റ് ഓഫ് വാട്ടർ ഇവിടെ സ്റ്റേജ് 1ൻ്റെ കിട്ടും. ഇനി ഈ വെയിറ്റ് ഓഫ് വാട്ടറിൽ നിന്ന് ഈ റിഡക്ഷൻ ഉണ്ടായിരിക്കുന്ന വാട്ടർ നിങ്ങൾ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോരം കിട്ടും? ഈ ഇവിടെയുള്ള വാട്ടറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേജിൻ്റെ വെയിറ്റ് നമുക്ക് ഈസിയായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഇതിന് അതുപോലെ ഡ്രൈ സ്റ്റേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കാം. സോ W1 ഇസ് ദ ഇനീഷ്യൽ സ്റ്റേജ്. ഇവിടെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും എന്താണെന്നുള്ളത്. സോ അത് നോക്കുക. ദെൻ WD എന്ന് പറഞ്ഞാൽ ഡ്രൈ സോയിലിൻ്റെ ആണ്, VD എന്ന് പറയുന്നത് ഡ്രൈ സോയിലിൻ്റെ വോളിയമാണ്. ദെൻ അഗെയിൻ WW/WD ആണല്ലോ. സോ ദിസ് ഇസ് WS. ഓക്കെ, സോ ഇനീഷ്യൽ വെയിറ്റ് WD കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, ദെൻ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ. ഇനി ലാബിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയല്ല, ഡയഗ്രാം വരച്ച് അങ്ങനെയല്ല ലാബിൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ ലിക്വിഡ് ലിമിറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ 10 ബ്ലോസിലൊക്കെ കിട്ടുന്ന സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജ് ഡിഷ് എന്ന് പറഞ്ഞ ഡിഷ് ഉണ്ട്. ഓക്കെ, സോ ആ ഡിഷിനകത്തേക്ക് നിങ്ങൾ ഫില്ല് ചെയ്യും. എന്നിട്ടത് ഒരു 24 hours നിങ്ങളത് എയർ ഡ്രൈ ചെയ്യും. അതിനുശേഷം ഒരു 24 hours ഇത് ഓവൻ ഡ്രൈ ചെയ്യും. ഓക്കെ, then ഓവൻ ഡ്രൈ ചെയ്തത് പുറത്തേക്ക് എടുക്കും. സോ ഈ രണ്ട് കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള കംപ്ലീറ്റ് മോയ്സ്ചർ അതിനകത്ത് റിമൂവ് ആയിട്ടുണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ഇറ്റ്സ് ഡ്രൈ സ്റ്റേജ്.
ഓക്കെ. സോ ആ ഡ്രൈ സ്റ്റേജിൽ എടുത്തിട്ട് നമ്മളതിന് വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് വോളിയം ഓഫ് ദി ഡ്രൈ പാറ്റ് കണ്ടുപിടിക്കും. ദെൻ അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഷ്രിങ്കേജിൻ്റെ ഇത് വെച്ചിട്ട് മീൻസ് ചെറിയ കാൽക്കുലേഷൻ ഉണ്ട് അതിന് വേണ്ടിയുള്ള. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ മതി. അതിലേക്ക് വരുന്നതിൻ്റെ പ്രൊസീജിയറും എക്സ്പെരിമെൻ്റൽ വൈസ് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാര്യമാണ്. സോ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. സോ ഓക്കെ. സോ ഇറ്റ്സ് മോർ ദാൻ ഷ്രിങ്കേജ് ലിമിറ്റ്. വാട്ടർ കണ്ടൻറ്റിൽ നിങ്ങൾ സോയിൽ സാമ്പിൾ എടുക്കുക, ഷ്രിങ്കേജ് ഡിഷ് എംറ്റി ചെയ്ത് എംറ്റി വെയിറ്റ് കണ്ടുപിടിക്കുക, ദെൻ സോയിൽ സാമ്പിൾ വയ്ക്കുക, ദെൻ നല്ലോണം ടാപ്പ് ചെയ്ത് എയർ വോയിഡ് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. സോ ദെൻ എഗെയിൻ നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് എടുക്കുക. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് വിൽ ഗീവ്സ് യു ദി W1. നേരത്തെ നമ്മുടെ ഇനീഷ്യൽ വെയിറ്റ് W1, നിങ്ങളുടെ എംറ്റി ഷ്രിങ്കേജ് ഡിഷിൻ്റെ വെയിറ്റ് മൈനസ് മീൻസ് ഈ ഇപ്പോൾ എടുക്കുന്ന മെഷർമെൻറ്റ് മൈനസ് എംറ്റി ഷ്രിങ്കേജ് ഡിഷിൻ്റെ വെയിറ്റ് വിൽ ഗീവ്സ് യു W1. ദെൻ നിങ്ങൾക്ക് ഈ ഡിഷിൻ്റെ വോളിയം നിങ്ങൾക്ക് മെഷർ ചെയ്യാം. അത് നിങ്ങൾ മെർക്കുറി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് B1 കിട്ടും. Then weight of the mercury divided by 13.6 will give the volume of the mercury which is same as the volume of the soil sample എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ആ ഷ്രിങ്കേജ് ഡിഷിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി നിങ്ങളൊരു ലിക്വിഡ് അതിനകത്തേക്ക് ഡെൻസിറ്റി അറിയാവുന്നൊരു ലിക്വിഡ് നിങ്ങൾ ഒഴിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം. അതായത് ഓവൻ ഡ്രൈ ഒക്കെ ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് V1 കണ്ടുപിടിച്ച് വയ്ക്കാം. നിങ്ങളുടെ ഷ്രിങ്കേജ് ഡിഷ് എടുക്കുക, അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുക, ദെൻ അതിനകത്തേക്ക് മെർക്കുറി ആഡ് ചെയ്യുക. മെർക്കുറി ആഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുക. ആ വെയിറ്റ് ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലായിരിക്കുന്ന മെർക്കുറിയുടെ വെയിറ്റ് അറിയാൻ പറ്റും. ദെൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ മെർക്കുറിയുടെ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വോളിയം ഓഫ് ദി ഷ്രിങ്കേജ് ഡിഷ്. സോ മെർക്കുറി ഒക്യുപ്പൈ ആയിരിക്കുന്ന വോളിയം ആയിരിക്കും എന്താ ഷ്രിങ്കേജ് ഡിഷിൻ്റെ വോളിയം അതല്ല, നിങ്ങളുടെ സോയിൽ സാമ്പിൾ ഒക്യുപ്പൈഡ് ആവുന്ന വോളിയം അതായിരിക്കും. അതിൻ്റെ ഉള്ളിലാണല്ലോ നിങ്ങൾ സോയിൽ സാമ്പിളും വെക്കുന്നത്. ഓക്കെ. മെർക്കുറി ഷ്രിങ്കേജ് ഡിഷിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ഡയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കൂടും. അത് നോക്കണ്ട. സോയിൽ സാമ്പിളിൻ്റെ വോളിയം നിങ്ങൾക്ക് കിട്ടും, ഇനീഷ്യൽ സോയിൽ സാമ്പിളിൻ്റെ. ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഡ്രൈ ദി സോയിൽ സാമ്പിൾ ഇൻ ദി ഓവൻ. ദ വോളിയം നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓവനിലേക്ക് വയ്ക്കാറില്ല. 24 hours പുറത്ത് വെച്ചതിന് ശേഷം ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്കായി പോകും. ക്രാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ഒരു കോയിൻ ഷേപ്പിൽ ഒരു കോയിൻ പോലെ നമുക്കത് കിട്ടണം. എന്തെങ്കിലും ക്രാക്കോ വിള്ളലോ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താണ് ഒരു 24 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷമാണ് ഓവനിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് ടെമ്പറേച്ചർ അടിക്കുമ്പോൾ ക്രാക്സ് വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ഓവനിലേക്ക് വെക്കുകയാണ്. ദെൻ ഓവനിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഡ്രൈ പാറ്റ് ഇതേപോലെ തന്നെ ഒരു ഇവാപ്പറേറ്റിംഗ് ഡിഷ് ഉണ്ട്. ദെൻ വേറൊരു കപ്പുണ്ട്. ഓക്കെ. ഒരു ഗ്ലാസ് കപ്പാണ്. സോ അത് കുറച്ച് വലിയ വോളിയം സൈസുള്ള കപ്പാണ്. സോ ആ കപ്പിലേക്ക് നിങ്ങൾ മെർക്കുറി ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡ്രൈ പാറ്റ് നിങ്ങൾ അതിൻ്റെ മുകളിൽ വയ്ക്കും. ദെൻ ഒരു പ്രോങ്സ് ഉള്ള, അതായത് ഒരു എന്താ പറയുക, നീഡിൽസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. സോ ആ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളതിനെ താഴേക്ക് പ്രസ് ചെയ്യും. നിങ്ങളുടെ ഡ്രൈ പാറ്റിനെ ഈ മെർക്കുറി ഫില്ല് ചെയ്തേക്കുന്ന കപ്പിലേക്ക് ഇമേഴ്സ് ചെയ്യാൻ നോക്കും. സോ നമ്മൾ പണ്ടത്തെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങളുടെ ഡ്രൈ പാറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വോളിയം ഓഫ് മെർക്കുറി വിൽ ബി എന്താണ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് വിൽ ബി കളക്റ്റഡ് ഇൻ ദിസ് ഇവാപ്പറേറ്റിംഗ് ഡിഷ്. ദെൻ നിങ്ങൾ പോയിട്ട് ഇവാപ്പറേറ്റിംഗ് ഡിഷിൽ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്ന മെർക്കുറിയുടെ വെയിറ്റ് എടുക്കും. ആ വെയിറ്റ് ഡിവൈഡഡ് ബൈ 13.6 will gives you the volume of the dry patch. സോ ഇത്രയാണ് നിങ്ങൾ ലബോറട്ടറിക്കലി അവിടെ നിന്ന് ചെയ്തെടുത്തുകൊണ്ട് വരുന്നത്. ദെൻ നിങ്ങൾക്ക് എന്താണ് ഷ്രിങ്കേജ് ലിമിറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ V2 മൈനസ് VS ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ WD ആണ്. സോ ഇതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, സ്പ്ലിറ്റപ്പ് ചെയ്തെടുക്കാം. സോ V2 ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ WD മൈനസ് VS ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ W. VS എന്ന് ഉദ്ദേശിക്കുന്ന സോയിൽ മാസിൻ്റെ വോളിയം ആണ്. സോ ഓക്കെ. സോ ഗാമ W ബൈ ഗാമ D മൈനസ് ഗാമ W ബൈ ഗാമ S നമുക്കതിനെ വീണ്ടും മോഡിഫൈ ചെയ്താൽ. സോ അത് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് ഷ്രിങ്കേജ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ഗാമ W ബൈ ഗാമ D മൈനസ് 1 ബൈ G. ഓക്കെ. സോ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല, നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന
എക്സ്പെരിമെൻ്റ് വെച്ചിട്ടുള്ള ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വേണ്ട. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞേക്കുന്ന ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്. സോ വേറെ മെത്തേഡിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്ന ഇതാണ്. നമ്മൾ നേരത്തെ ഒരു ഫേസ് ഡയഗ്രം വെച്ച് പറഞ്ഞില്ല, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഡെറിവേഷൻ നോക്കണ്ട, നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഇക്വേഷൻ മാത്രം നോക്കുക. WS = Γ W ഡിവൈഡഡ് ബൈ Γ D - 1/g. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഡ്രൈ യൂണിറ്റ് വെയ്റ്റും അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അത് 9.81 എന്നുള്ള വാല്യൂ, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ജിയുടെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ഷ്രിങ്കേജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം. സോ Γ W ഡിവൈഡഡ് ബൈ Γ D - 1/g. ഈ ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇൻ ബിറ്റ്വീൻ പറഞ്ഞേക്കുന്നൊന്നും നോക്കണ്ട. പിന്നെ അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്രം ഷ്രിങ്കേജ് ടെസ്റ്റ് എന്നുള്ളതുണ്ട്. സോ അഗെയിൻ ഗാമ സോളിഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഞാൻ അതിൻ്റെ ഡെറിവേഷൻസിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷനാണ്. G = WD ഡിവൈഡഡ് ബൈ V1 × Γ W - W1 - WD. ഓരോ നൊട്ടേഷൻസ് കൊടുത്തിട്ടുള്ളതാണ്. VS എന്ന് ഉദ്ദേശിക്കുന്നത് സോളിഡ്സ് ആണ്. സോ VD എന്നും പറയാം, VS എന്നും പറയാം. ഓക്കെ, സോ V1 Γ W - W1 - WD. അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും കേട്ടോ, VS ഉം VD എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ ഷ്രിങ്കേജ് പാരാമീറ്റേഴ്സ്. സോ ഈ പാരാമീറ്റേഴ്സും ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഷ്രിങ്കേജ് ഇൻഡെക്സ്, ഇറ്റ് ഈസ് ദി ന്യൂമറിക്കൽ ഡിഫറൻസ്, അങ്ങനെയാണ് ഡെഫിനേഷൻ പോകുന്നത്. ഇക്വേഷൻ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. IS = WL - WS. ദെൻ ഷ്രിങ്കേജ് റേഷ്യോ, ദാറ്റ് ഈസ് V1 - V2 × 100 ഡിവൈഡഡ് ബൈ VD × W1 - W2. സോ ഇതും അതുപോലെ തന്നെ ഇക്വേഷൻ വെച്ചിട്ടാണ് അവർ ഡെഫിനേഷനും പറഞ്ഞേക്കുന്നത്. സോ ഇക്വേഷൻസ് പഠിക്കുക. പ്രോബ്ലമായിട്ട് ഇതുവരെ ഇതിൻ്റെ അങ്ങനെ ഇൻഡെപ്ത് ചോദിച്ചിട്ടില്ല. ഇതല്ല പ്രോബ്ലം വരുന്നത്, ക്ലാസിഫിക്കേഷൻ സോഴ്സിൻ്റെ ബേസിസിലാണ് പ്രോബ്ലം വരുന്നത്. സോ ഇതിൻ്റെ തന്നെ വേറെ ഫൈനൽ ഇക്വേഷൻ ഉണ്ട്. ഷ്രിങ്കേജ് റേഷ്യോ = Γ D / Γ W. സോ ഈ ചെറിയ ഇക്വേഷൻസൊക്കെ അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതിയെടുക്കാം കേട്ടോ. ദെൻ ഷ്രിങ്കേജ് ലിമിറ്റും ഇതും വെച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. ഷ്രിങ്കേജ് റേഷ്യോയും ഷ്രിങ്കേജ് ലിമിറ്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. നേരത്തെ നിങ്ങൾ Γ W / Γ D - 1/g ആയിരുന്നല്ലോ WS പറഞ്ഞത്. സോ ഇത് നിങ്ങൾക്ക് ഷ്രിങ്കേജ് റേഷ്യോ = Γ D / Γ W എന്ന് വന്നിരിക്കുന്നുണ്ട്. 1 ഷ്രിങ്കേജ് റേഷ്യോ - 1/g എന്ന് എഴുതാം. സോ അത് വെച്ചിട്ട് എഴുതാം. ദെൻ വോളിമെട്രിക് ഷ്രിങ്കേജ് VS, അതിൻ്റെയും ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ലീനിയർ ഷ്രിങ്കേജ്, അതിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഡെഫിനേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പറയുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോ സോയിലിൻ്റെ ഇതും പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP = WL - WP. സോ ഇതും നിങ്ങളെന്താ പറയുക, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. PSC SSC അങ്ങനെയുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സ് ടൈപ്പും എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ എഴുതിയെടുത്ത് വെക്കാട്ടെ നിങ്ങളിതെല്ലാം. ദെൻ ലിക്വിഡിറ്റി ഇൻഡെക്സ് അഗെയിൻ ഒരു ഇക്വേഷൻസ് ആണ്. W - WP × 100 ഡിവൈഡഡ് ബൈ IP. സോ വേർ W is the water content and WP is the plastic limit and IP is the plasticity index. സോ അത് വെച്ച് റിലേറ്റഡ് ഓരോ ഇക്വേഷൻസ് തരുന്നത്. എന്തെങ്കിലും ഒരു കോറിലേഷൻ വെച്ച് നിങ്ങൾ എല്ലാം കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്താണ്, IC = WL - W ഡിവൈഡ് ബൈ IP × 100. ഇതിൻ്റെ ഡെറിവേഷൻസ് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഒരു ടെക്സ്റ്റ് ബുക്കുകളിലും കാണില്ല. ഇത് ഈ ആറ്റബർഗും അങ്ങനെയുള്ളവരൊക്കെ റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് കുറേ ടെസ്റ്റുകൾ എക്സ്പെരിമെൻ്റലി ചെയ്ത് ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആണ്. സോ ഇതൊക്കെ അവരുടെ തിസിസുകളിൽ കാണും ഇതിൻ്റെ ഡെറിവേഷൻസ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഇക്വേഷൻ, കൺസിസ്റ്റൻസി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ, ടഫ്നെസ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ, IT = IP / IF. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സോ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എഴുതി ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. സോ ഇതുവരെ 2015 സ്കീമിന് ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഡിഫറെൻ്റായിട്ട് ചോദിക്കുമോ എന്നറിയില്ല. സാധാരണ ക്ലാസിഫിക്കേഷൻ്റെ വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ.